ഇന്ന് നമ്മൾ വളരെ അത്ഭുതകരമായൊരു ദിക്ർ പഠിക്കുകയാണ്. ഇതൊരു സാധാരണ ദിക്റല്ല, ഒരുപാട് അസാധാരണത്വം നിറഞ്ഞ അതിമനോഹരമായൊരു ദിക്ർ. എന്തിനേറെ ഒരു സ്വഹാബിയെ ഒറ്റ രാത്രി കൊണ്ട് പാവപ്പെട്ടവനായിരുന്ന ആ മനുഷ്യനെ അതിസമ്പന്നനാക്കി തീർത്ത ദിക്റാണ്. മാത്രമല്ല നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ തീർക്കാൻ, നമ്മുടെ ഒരുപാട് മുറാദുകൾ ഹാസുലാക്കാൻ, നാം അനുഭവിക്കുന്ന മശക്കത്തുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ, പ്രത്യേകമായി മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കാൻ, എന്തിനേറെ മരണം പോലും മലക്കുകളാൽ സന്തോഷകരമായ അവസ്ഥയിൽ നമ്മെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ ദിക്റിന് സാധിക്കുമെന്നുള്ളതാണ്. അത്ര മനോഹരമായ ദിക്ർ ഏതാണ്? അതും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അതെത്രമേൽ മനോഹരമായിരിക്കും അല്ലേ? ആ ദിക്ർ ഏതാണെന്ന് പഠിക്കാം. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസത്തെ വിജയെ അറിയണം. ഇന്നത്തെ ചോദ്യവും പടച്ച റബ്ബ് റമദാൻ അനുകൂലമാകുന്ന മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവർ എല്ലാവരെയും കരുണക്കടലായ തമ്പുരാനെ നീ ചേർത്തു പിടിക്കണേ അല്ലാഹ്. ഏതായാലും ഇന്ന് നമ്മൾ പറയുന്നത് അതിമനോഹരമായ ഒരു അറിവാണ്. വിശുദ്ധമായ റമദാനിലെ മഗ്ഫിറത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറയാണല്ലേ. കടന്നു വരുന്ന ഒരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ളത് നരകമോചനത്തിൻ്റെ 10 അള്ളാഹുവേ, റഹ്മത്തിൻ്റെ 10 കടന്നുപോയി, മഗ്ഫിറത്തിൻ്റെ 10 കടന്നു പോകാൻ ഒരു രാത്രി മാത്രം ബാക്കി നിൽക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിച്ചുവോ അല്ലാഹ്? ഒരുപാട് ന്യൂനതകളാണ് നമ്മുടെ നോമ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് തന്നെ ബോധ്യമുണ്ട് അല്ലേ? നോമ്പ് പിടിച്ചുകൊണ്ട് നാം ചെയ്തതെല്ലാം ഹലാലായ കാര്യങ്ങളാണോ? അള്ളാഹുവിന് 100% തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്തത്? അങ്ങനെയുള്ള നമ്മുടെയൊക്കെ നോമ്പ് പടച്ചവൻ എത്രമേൽ സ്വീകരിക്കുമെന്നൊരു ഉറപ്പില്ല. എന്നാലും അള്ളാഹു കരുണാവാരിധിയാണല്ലോ എന്നൊരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പടച്ചവനെ, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, എല്ലാത്തിലും ഉപരി നിൻ്റെ കാരുണ്യം കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ നോമ്പുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 10 മണിക്ക് നമുക്ക് മഗ്ഫിറത്തിൻ്റെ 10 അവസാനത്തെ രാത്രി ഇൻഷാ അല്ലാഹ് മനോഹരമായി കൽബ് നിറഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം, ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യനെ സമ്പന്നനാക്കിയ ദിക്ർ. ആ ദിക്റിൻ്റെ മറ്റൊരുപാട് മഹത്വങ്ങളും 20ഓളം മഹത്വങ്ങളും കൂടെ അങ്ങ് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ ഞെട്ടിപ്പോകും. ചിലപ്പോൾ നമ്മൾ പണ്ട് ചൊല്ലിപ്പഴകിയ ദിക്റായിരിക്കും, പണ്ടെപ്പോഴോ ചൊല്ലിയതാണ്, ഇപ്പോഴൊന്നും നമ്മളത് പതിവാക്കാറുണ്ടാവില്ല അല്ലേ? പണ്ട് നമ്മുടെ കാർന്നോന്മാരൊക്കെ ചൊല്ലിപ്പതിഞ്ഞ് കേട്ടൊരു ദിക്റായിരിക്കും അത്. നമ്മൾ ചിലപ്പോൾ പതിവാക്കുന്നുണ്ടാവില്ല. ഇത്ര മഹത്തരമായ ദിക്റാണോ പടച്ചോനെ അതെന്ന് നമ്മൾ ചിന്തിച്ചു. അത്ര മഹത്വമാണ് അതിന്, അത്ര മഹത്വമാണ്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ അത്ര അത്ഭുതമാണ് ആ ദിക്റിൻ്റെ കാര്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി ഓടി വരുന്നുണ്ട്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഔഫ് ഇബ്നു മാലിക് തങ്ങൾ ഓടി വരുന്നുണ്ട്, സങ്കടം പറയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സാലിബ് ഇബ്നു ഔഫ്, സാലിബ് ഇബ്നു ഔഫിനെ ജൂതന്മാർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു നബിയെ. ജൂതന്മാർ എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു അവൻ, ഇല്ലേ? എൻ്റെ പൗത്രനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു അവൻ. എൻ്റെ ഭാര്യ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ട്, അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിൻ്റെ നെടും തൂണിനെയാണ് അവരടിച്ചെടുത്തുകൊണ്ട് പോയത് യാ റസൂലല്ലാഹ്, എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട. അക്സിറു ഖൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യാ അല്ലാഹ്, സാലിബ് ഇബ്നു ഔഫിനൊക്കെ തിരിച്ചു കിട്ടും, ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് തന്നെ ഔഫ് ഇബ്നു മാലിക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കൂടുതലായി അധികരിപ്പിക്കണം ഈ ഒരു മനോഹരമായ ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ഒന്ന് അധികരിപ്പിക്കൂ, നിങ്ങൾക്ക് വഴിയുണ്ടാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീട്ടിലേക്കെത്തി തിരിച്ചു വന്നു. ഒരുപാട് തവണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിരന്തരം ഇങ്ങനെ ചൊല്ലാണ്. ഇതേ സമയത്ത് അവിടെ സാലിബ് ഇബ്നു ഔഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജൂതന്മാരുടെ ഇടയിലാണ്. ആളിത്തിരി നല്ല മല്ലനൊക്കെയാണ്, പക്ഷെ ഒരുപാട് വലിയ സംഘമാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവർക്കിടയിൽ ഒരു ക്ലാഷ്. നമുക്ക് ഒന്ന് വെള്ളം അടിക്കണ്ടേ? ജൂതന്മാർക്കിടയിൽ പിടിച്ചുകൊണ്ടുപോയ ആളുകൾക്കിടയിൽ നമുക്കൊന്ന് മദ്യപിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, കുറച്ച് പേര് ഇവിടെ ഉണർന്നിരിക്കൂ, ഞങ്ങൾ ബാക്കിയുള്ളവർ മദ്യപിച്ച് കിടക്കാം, അല്ലേ? ഒന്ന് മത്തടിച്ചൊന്ന് കിടക്കണ്ടേ? ഞങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ട് കിടന്നോളൂ,
അങ്ങനെ ഒരു ടീം ഇങ്ങനെ മദ്യപിച്ച് കിടക്കുമ്പോൾ മഹാനായ സാലിബ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇവർ കാണാതെ രക്ഷപ്പെടാൻ നോക്കുകയും കാവലിരുന്ന 1-2 പേരെ അടിച്ച് നിലം പരിചാക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കി എല്ലാവരും മത്തടിച്ച് കിടക്കുന്നതിനിടയിൽ അവരുടെ ആടുകളും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ആടിനെ ഒട്ടകത്തിനേക്ക് എടുത്തുകൊണ്ട് മഹാനവറുകൾ വീട്ടിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഏതാണ്ട് 100ഓളം ഒട്ടകങ്ങളും 400ഓളം ആടുകളും ഉണ്ടായിരുന്നത്രേ. അത്രയും സാധനങ്ങളും കൊണ്ട് മഹാനവറുകൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് വീടിന് ചുറ്റും മൃഗങ്ങളുടെ കരച്ചിലാണ്. വാതിലോർ നോക്കുമ്പോൾ നിറച്ച് മൃഗങ്ങളാണ്. വേഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി തിരിച്ചു വന്നിട്ടുണ്ട് നബിയെ, പക്ഷേ അവൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഗനീമത്ത് മുതൽ അവനുള്ളതാണ്, അത് അവനെടുത്തോട്ടെ. അത് അവർക്കുള്ളതാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് നിങ്ങൾ എടുത്തോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, കാന അക്ഫറ അന്നാസി ബിൽ മദീനത്തി ബില്ലൈൽ, കാന അക്ഫറ അന്നാസി ബിൽ മദീനത്തി ബില്ലൈലിൻ വകാന അക്സറ അന്നാസി ബിൽ മദീന. യാ അല്ലാഹ്, യാ അല്ലാഹ്. മദീനയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പാവപ്പെട്ടൊരു മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് മദീനയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ധനികനായി മാറിയെന്നാണ്. അതിൻ്റെ കാരണം മഹാന്മാർ പറയുന്നത് ഒറ്റ കാര്യമാണ്. അവരുടെ ഉപ്പയായ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിരന്തരം പതിവാക്കിയ ധാരാളം ചൊല്ലിയ ലാ ഹൗല എന്ന ദിക്റാണ്. ആ ദിക്റാണ് മഹാനവറുകളെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ അധരം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ ദിക്റാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലാറുണ്ട് നമ്മൾ, എത്ര പേര് ചൊല്ലാറുണ്ട്? വളരെ കുറച്ച് ആളുകളായിരിക്കും. ആ ദിക്റും നമ്മൾ ഓർമ്മയിലേക്ക് തന്നെ കൊണ്ടുവരുന്നില്ല അല്ലേ? എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും, കടങ്ങളുണ്ടെങ്കിലും, മക്കളില്ലേ, ജോലിയില്ലേ, എന്ത് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഈ സെക്കൻഡിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മാറ്റിത്തരും. ഉറപ്പാണ്. അത്ര മനോഹരമായ ദിക്റാണത്, അത്ര മനോഹരമായ ദിക്റാണ്. ഒന്നാമത്തെ അതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കോ. 20 മഹത്വങ്ങൾ നമുക്ക് പറയാം അല്ലേ? ഒന്നാമത്തേത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്റുണ്ടല്ലോ ലാ ഹൗല, അത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. സ്വർഗത്തിലെ നിധിയാണത്. മനുഷ്യന്മാരെ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? സ്വർഗത്തിലെ നിധിയാണെങ്കിൽ ഇത് വാരിയെടുക്കൂലേ? അത് നിധിയായി നമുക്ക് ഫീൽ ചെയ്യണത് ചിലപ്പോൾ ആഖിറത്തിൽ എത്തുമ്പോഴായിരിക്കും. ആ നിധി ഇവിടെ നിന്ന് കരസ്ഥമാക്കാൻ ശ്രമിക്കണം, ദുനിയാവിൽ ഉപകരിക്കൂലേ? മനസ്സറിഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒന്ന് ചൊല്ലി നോക്കിയേ. സ്വർഗത്തിലെ നിധി, സ്വർഗത്തിലെ മുതലാളിയെ നമുക്ക് മാറാൻ പറ്റുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ്? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല. ഒരു സമ്മതിക്കലാണത്. അള്ളാഹിനെ കൊണ്ടല്ലാതെ ഞാൻ വലിയ ജിമ്മനാണ്, എനിക്ക് നല്ല ബോഡി ഉണ്ട്, ഞാൻ 10 പേര് അടിച്ചിടും, ഞാനല്ല. അല്ലാഹു റബ്ബുൽ ആലമീനാണ് ശക്തൻ. ഞാൻ വിനയവിധേയനായ ഒരു അടിമ, എന്നെ കൊണ്ട് പറ്റും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും ഇൻഷാ അല്ലാഹ് അല്ലേ? എല്ലാം അള്ളാഹുവിലേക്ക് അങ്ങ് സമർപ്പിക്കുന്ന സമർപ്പണ ബോധത്തിൽ ഉറച്ചു നിന്ന് ചൊല്ലേണ്ട, ആ ബോധ്യത്തിൽ നിന്ന് ചൊല്ലേണ്ട ദിക്റാണത്. വെറുതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുന്നതിലല്ല, മനസ്സറിഞ്ഞ ബോധ്യത്തിൽ ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ? എന്താണ്? ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ മനോഹരമായ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. രണ്ടാമത്തേത് മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ കാന ദവാഅൻ മിൻ 99 ദാ. യാ അല്ലാഹ്, 99 രോഗങ്ങൾക്കത് മരുന്നാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 99 രോഗങ്ങൾ, അത് 99 തരം രോഗങ്ങളായിരിക്കാം. മനസ്സിൻ്റെ രോഗങ്ങളാകട്ടെ, ശരീരത്തിൻ്റെ രോഗങ്ങളാകട്ടെ, എന്ത് പ്രയാസവും, അത് പ്രഷറാകട്ടെ, ഷുഗറാകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, അറ്റാക്ക് ആകട്ടെ, വാട്ടെവർ, അല്ലെ ഹാർട്ടിൻ്റെതാകട്ടെ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായതാകട്ടെ, ക്യാൻസർ ആകട്ടെ, അള്ളാഹു ശിഫയാക്കി തരട്ടെ എല്ലാവർക്കും. അപ്പോൾ എന്ത് പ്രയാസമുണ്ടോ ലാ ഹൗല മുറുകെ പിടിച്ചോ. ഇനി മൂന്നാമത്തേത്, ആ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ്, ഐസറുഹ അൽ ഹം. ആ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ചെറുതെന്താ? ഹമ്മാണ്, ടെൻഷൻ. ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യാതൊരു കഴിവും ഒരു ശക്തിയും അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുന്നുള്ള ബോധ്യത്തിലും നോക്കിയേ ഒരു ടെൻഷനും ലാ ഹൗല പതിവാക്കുന്നവർക്കുണ്ടാകില്ല. അവരുടെ മനസ്സ് പക്കയാകും. അതായത് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന് പറയുമ്പോൾ ടെൻഷൻ ഒരു രോഗമാണ്.
വല്ലാത്തൊരു രോഗമാണ്. എത്ര പേരാണ് ഡിപ്രഷൻ അടിച്ചിട്ട് ഒരു സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഹോസ്പിറ്റലുകൾ കയറി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര പേരാണ്. എൻ്റെ മുമ്പിൽ തന്നെ കൗൺസിലിങ്ങിന് വരുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്. യാ അല്ലാഹ്, ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് വല്ലാത്ത പ്രയാസത്തിലാണ് അവർ. ലാ ഹൗല പതിവാക്ക്, നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, ലാ ഹൗല പതിവാക്കിക്കോ. മാത്രമല്ല, ഈ ടെൻഷൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. തലകറക്കം വരാം, ആങ്സൈറ്റി ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ തലകറക്കം, അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വരാം. ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ കൂടിയിട്ട് മാത്രമൊന്നുമല്ല, ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിലൊരെണ്ണം അമിതമായ ടെൻഷനാണ്. അമിതമായി ടെൻഷനുള്ള മനുഷ്യർ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലാ ഹൗല പതിവാക്കിക്കോ, അള്ളാഹു കാവൽ നൽകുന്നതാണ്. നാലാമത്തേത്, റിസ്ക്കിൽ വർധനവുണ്ടാകുന്നതാണ്. മഹാന്മാർ പറയുന്നുണ്ട്, റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല, അവൻ്റെ പാർപ്പിടം, അവൻ്റെ ജോലി, അവൻ്റെ മക്കൾ, ഇതൊക്കെ റിസ്ക്കിൽ പെടും. ഇതിലൊക്കെ വർധനവുണ്ടാകാൻ ലാ ഹൗല പതിവാക്കിക്കോ. വീട് വേണോ, ലാ ഹൗല ചൊല്ലിക്കോ. ഭക്ഷണം വേണോ, ലാ ഹൗല ചൊല്ലിക്കോ. പാർപ്പിടം വേണോ, ലാ ഹൗല ചൊല്ലിക്കോ. വസ്ത്രം വേണോ, ലാ ഹൗല ചൊല്ലിക്കോ. അങ്ങനെ നമ്മുടെ ഉപാധികളിലൊക്കെ എല്ലാവിധ ബറക്കത്തുണ്ടാക്കാൻ ലാ ഹൗല പതിവാക്കിയാൽ മതി എന്നാണ്. അഞ്ചാമത്തേത്, ഉറങ്ങുന്ന സമയം ഒരു മനുഷ്യൻ ഇത് ചൊല്ലിക്കൊണ്ടിങ്ങനെ ഉറങ്ങിപ്പോയി. അതിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലിക്കിടന്നു. എന്നിട്ടിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ചൊല്ലി, എണ്ണൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. പതിയെ ഇങ്ങനെ ചൊല്ലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പരിപൂർണ്ണ അർത്ഥത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലിയാൽ ഉത്തമം. ഓക്കെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു മനുഷ്യൻ ചൊല്ലി ഉറങ്ങിപ്പോയാൽ അവന് നല്ല സ്വപ്നങ്ങൾ കാണാനും അത് ഫലിക്കാനും ഉള്ള അവസരം ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ നല്ല സ്വപ്നമുണ്ട്, ഹജ്ജിന് പോകണം, ലാ ഹൗല നിരന്തരം പതിവാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാളതിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, അവൻ ആ സ്വപ്നം ഫലിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട്. നല്ല മനുഷ്യനാണ്, ലാ ഹൗല പതിവാക്കിക്കോ. നമുക്ക് പതിവാക്കാൻ കഴിയുന്നില്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തൊരു പ്രശ്നമുണ്ട്, പിശാചിൻ്റെ കെണിവലയിലാണ് നമ്മളുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ലാ ഹൗല പതിവാക്കുന്നൊരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലാ ഹൗല ചൊല്ലി ഉറങ്ങിപ്പോയാൽ നല്ല സ്വപ്നം കാണാനും അത് ഫലിക്കാനും അവസരമുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആറാമത്തേത്, മുസ്തജാബു ദഅവയായി മാറും. യാ അല്ലാഹ്, എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദുആഇന് ഉത്തരമുള്ള ആളായി മാറുന്നു. നിരന്തരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥന നിരന്തരം അങ്ങനെ ചൊല്ലുന്ന മനുഷ്യൻ എപ്പോഴും അവൻ്റെ വായിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏത് ആ ബോധ്യത്തിൽ, അതായത് ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനല്ലാതെ ഇല്ല, അല്ലേ? അള്ളാഹ് തന്നിട്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തി ഇല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ലാ ഹൗല ചൊല്ലുന്ന, നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മുസ്തജാബു ദഅവയായിരിക്കും. എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കും. എന്ത് ചോദിച്ചാലും കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള മനുഷ്യനായി മാറാൻ ലാ ഹൗല മുറുകെ പിടിച്ചോ. അത് വല്ലാത്തൊരു മെഡിസിനാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട്. യാ അള്ളാഹ്. ഏഴാമത്തേത്, ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം. ഈമാനോടെ മരിക്കാൻ പറ്റും. പലരും പറയാറുണ്ട്, ഉസ്താദേ ആഖിബത്ത് നന്നാകാൻ ദ്വാരക്കണം. ആഖിബത്ത് നന്നാകാൻ ലാ ഹൗല ചൊല്ലിക്കോ. ചൊല്ലിക്കോ. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണോ, എങ്ങനെയാണ് മരിക്കാൻ നമുക്ക് ഒരു നിശ്ചയമല്ല, അല്ലേ? ലാ ഹൗല പതിവാക്കുന്ന മനുഷ്യ, നിനക്കുണ്ട് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണമുണ്ട്. അള്ളാഹു നല്ല മരണം, നല്ല ജീവിതവും നല്ല മരണവും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എട്ടാമത്തേത്, ചെറുപാപങ്ങൾ. നമ്മൾ ദിനേന ചെറിയ പാപങ്ങൾ ഒരുപാട് നമ്മിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഈ ചെറുതൊരുപാട് കൂടി വരുമ്പോൾ വൻപാപങ്ങളെക്കാൾ വലിയ സ്ഥാനത്ത് നിൽക്കുമെന്നാണ്. നിരന്തരം ചെറിയ പാപങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ആ ചെറുപാപങ്ങളെ കരിച്ചു കളയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒമ്പതാമത്തേത്, വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന ഒരു കാര്യത്തിന്, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇടതുകാല് വെച്ച് പുറത്തിറങ്ങണം, ഇല്ലേ? വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങണം. ഇടതുകാല് വെച്ച് കയറേണ്ടത് എങ്ങോട്ടാ? അത് ബാത്റൂമിലേക്കാണ്. ഇറങ്ങേണ്ടത് വലതുകാല് വെച്ച്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങണം. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല്, ഇറങ്ങുമ്പോൾ ഇടതുകാല്. അങ്ങനെ ഇടതുകാല് വെച്ചൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ ദിക്ർ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലിയാൽ ഒരു പ്രയാസമില്ലാതെ പോയ കാര്യം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്കെത്തും. അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആക്സിഡൻറ്റുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാവലാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പത്താമത്തേത്, നരകമോചനത്തിന് കാരണമാണ്. നരകമോചനം, നരകമോചനത്തിന് വേണ്ടി നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടണമൊക്കെ, അല്ലേ? നാളെ രാത്രി മുതൽ നാളെ പകൽ വരെയുള്ളൂ മഗ്ഫിറത്തിൻ്റെ പത്ത്, നാളെ മഗ്രിബോടുകൂടെ പിന്നെ കടന്നു വരുന്നത് അഴിച്ചുക്കും മിനന്നാറിൻ്റെ പത്താണ്, നരകമോചനത്തിൻ്റെ പത്താണ്. നരകമോചനത്തിന് വേണ്ടി ലാ ഹൗല ധാരാളം ചൊല്ലിക്കോ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. 11ാമത്തേത്, മീസാനിൽ ഭാരം കൂടുന്ന ദിക്റാണിത്.
നമ്മുടെ തുലാസിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഒരുപാട് അമലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ തിന്മക്കാണ് ഭാരം കൂടുതലെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ലാ ഹൗല പതിവാക്കുന്ന മനുഷ്യരെ നമ്മുടെ മീസാനിൽ നന്മയിലത് ഭാരം കൂട്ടുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. 12-ാമത്തേത്, അർശിൻ്റെ ചുവട്ടിൽ തണൽ ലഭിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരോടൊപ്പം നമുക്ക് അവസരം കിട്ടും. ഈ ദുനിയാവിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇപ്പം മുഴുവൻ ചൂടാണല്ലേ, മുഴുവൻ ചൂടാണ്. ഈ താപം കൊണ്ട് സൂര്യതാപമേറ്റ് ഇന്നലെ ഒരു മനുഷ്യൻ്റെ കാല് കണ്ണൂരിൽ പൊള്ളി എന്ന് പറയുന്നുണ്ട്. യാ അല്ലാ, അതായത് 15 കോടി കിലോമീറ്റർ അപ്പുറമാണ് സൂര്യൻ നിൽക്കുന്നത്. എത്ര കോടി? 15 കോടിയോളം കിലോമീറ്റർ അപ്പുറം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഈ സൂര്യനെ ഒരു ചാൺ മുകളിൽ ഇങ്ങനെ ഉദിപ്പിക്കുമ്പോഴേ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യാ അല്ലാ, കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അവിടെ ലാ ഹൗല പതിവാക്കുന്ന മനുഷ്യരെ നമുക്ക് അർശിൻ്റെ തണലുണ്ടത്രേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന് 13-ാമത്തേത്, നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത്. ചിന്തിച്ചു നോക്കിയ സ്വയം. നമുക്കൊരു കുടുംബം തന്നു, ഇണകളെ തന്നു, സന്താനങ്ങളെ തന്നു, വീട് തന്നു, ജോലി തന്നു അല്ലേ? ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അതായത് ചില ആളുകളെ കാണാം സമ്പന്നരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് കളയുമ്പോൾ അനുഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവും. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകുന്നൊരവസ്ഥ വല്ലാതെ പേടിക്കേണ്ടതാണ്. അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഈ ദിക്ർ ധാരാളം പതിവാക്കണേ എന്നാണ്. 14-ാമത്തേത്, ലഭിച്ച അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകാൻ ഈ ദിക്ർ കാരണമായി തീരും. ഇപ്പോൾ നമുക്കൊരു ചെറിയ വീടുണ്ട്, നമ്മുടെ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, പടച്ചോനെ ആകെ ഒരു 2 മുറിയേ ഉള്ളൂ, ഒരു മുറിയും കൂടെ എടുക്കാൻ പറ്റിയാൽ അതിഥികൾ വരുമ്പോൾ അവരൊന്ന് സൽക്കരിക്കായിരുന്നു. എനിക്കൊരു അനുഗ്രഹം കിട്ടണമല്ലോ റബ്ബേ. ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അനുഗ്രഹത്തിൽ വർധനവുണ്ടാകാൻ അത് സഹായകരമാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 15-ാമത്തേത്, കണ്ണേറ്, സിഹർ, നാവേറ് തുടങ്ങി പൈശാചികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ലാ ഹൗല കൊണ്ട് പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നാണ്. യാ അല്ലാ, അത്ര ബലമുള്ള ദിക്റാണത്. അതുകൊണ്ട് തന്നെ ധാരാളം ചൊല്ലണേ. 16-ാമത്തേത്, മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കും. മലക്കുകളുടെ സംരക്ഷണം, മലക്കുകളുടെ പ്രൊട്ടക്ഷനിലായിട്ടായിരിക്കും നമ്മൾ പോവുക, VIP ആയിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലുന്നവർക്കുള്ള മഹാഭാഗ്യമാണത്. ഇനി 17-ാമത്തേത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരു മനുഷ്യന് എഴുതുന്നതായോ ഇനി ആരെങ്കിലും ചൊല്ലുന്നതായോ നമ്മൾ തന്നെ ചൊല്ലുന്നതായോ ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി റിസ്ക്കിൽ വല്ലാത്ത വിശാലതയുണ്ടാകും, സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. 18-ാമത്തേത്, ഖബറിൽ അവന് കൂട്ടുകാരനായി തീരും. ഖബർ ഇരുട്ടിൻ്റെ വീടാണല്ലേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. അല്ലാ, ഖബർ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. പാതിരാത്രി സമയത്തൊക്കെ ഞാൻ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ രാവ്, ബദറിൻ്റെ രാവ് ലൈലത്തുൽ ഖദർ രാത്രിയാണല്ലോ. അപ്പോൾ സാധാരണ എല്ലാവരും അസർ കഴിഞ്ഞിട്ടാണ് സിയാറത്ത് ചെയ്യില്ല. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു, രാവിൻ്റെ പ്രതിഫലം അസർ കഴിഞ്ഞ് മുതൽ കിട്ടുമെന്ന് ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ രാത്രി തന്നെ പോയി സിയാറത്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ തമിഴ്നാട്ടിലേക്ക് നമ്മളിടയ്ക്ക് പോകുമ്പോൾ, തമിഴ്നാട്ടിലേക്ക് അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ സിയാറത്തിന് വേണ്ടിയിട്ട് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. രാത്രി മുഴുവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും അവിടെ വളരെ കുറച്ച് മക്ബറകളേ ഉള്ളൂ, ഖബർസ്ഥാനുകളേ ഉള്ളൂ. അങ്ങോട്ടാണ് എല്ലാ പള്ളികളിൽ നിന്നും മയ്യത്തുകൾ കൊണ്ടുവരിക. ഏറ്റവും വലിയൊരു ഖബർസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ആലി മുസ്ലിയാരെയൊക്കെ ഖബറടക്കം ചെയ്തിട്ടുള്ള ലങ്കർഖാന പള്ളിയാണ്. ലങ്കർഖാന പള്ളിയുടെ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമാണ്. അവിടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ചെറിയ വാഹനങ്ങൾ വരെ അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ രീതിയിൽ മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബറാത്തിൻ്റെ രാവ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ കഴിയില്ല, അത്ര തിരക്കായിരിക്കും. അങ്ങനെ രാത്രിയൊക്കെ സിയാറത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ കാണാൻ പറ്റും. നമ്മുടെ നാടുകളിൽ അത് കുറവാണ്. അപ്പോൾ ഞാൻ 17 രാവിന് എത്തിയപ്പോഴത്തേക്കും, നാട്ടിലെത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 11 മണി കഴിഞ്ഞ്. 11 മണിക്ക് ഞങ്ങളുടെ മഹല്ലുപള്ളി ചെല്ലുമ്പോഴത്തേക്കും പടച്ചോനെ ഖബർസ്ഥാൻ്റെ അവിടെയൊക്കെ ഈ കൂരാക്കൂരിട്ടാണ്. അപ്പം ഞാൻ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ചടിച്ച് ഇങ്ങനെ പയ്യെ വാപ്പാടെയും ഉമ്മാടെയൊക്കെ ഖബറിൻ്റെ അടുക്കൽ എത്തിയിട്ട് സിയാറത്ത് ചെയ്തു. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, പടച്ചോനെ ഈ ഇരുട്ട് മനസ്സിൽ വല്ലാത്ത ഭയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും ഖബറുകൾക്കിടയിൽ ഒരു പള്ളിക്കാട്ടിൽ അതിൻ്റെ നടുക്ക് ഞാൻ മാത്രം, ആരുമില്ല. പള്ളിപ്പറമ്പിൽ ഒരൊറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമാണ് നടുക്ക് നിൽക്കുന്നത്.
യാ അല്ലാ, ഈ പുറത്ത് നിൽക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ ഖബറിൻ്റെ ഉള്ളിൽ ഇരുട്ടെന്തായിരിക്കും? ചിന്തിച്ചു നോക്കിയിട്ട് നമ്മൾ, ആ ഖബറിൻ്റെ ഉള്ളിൽ ഇരുട്ടെന്തായിരിക്കും? അവിടെ കൂട്ടുകാരനാണ്, അവിടെ താങ്ങാണ്, തണലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പതിവാക്കിക്കോ ധാരാളം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. 19-ാമത്തേത്, ബദറിൽ ധാരാളം സ്വഹാബത്ത് അവരുടെ ഈമാനികമായ ഊർജ്ജത്തിന് കൊണ്ടു നടന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പം നമുക്കും അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബദരീങ്ങൾക്ക് ലഭിച്ച ഈമാനികമായൊരു ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജ്ജം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. 20-ാമത്തേത്, ഒരു മശക്കത്ത്, ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതായത് ഇപ്പോൾ ഒരു തടസ്സം ഒരു കാര്യത്തിന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾ എക്സാം എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാര്യം, വിസയുടെ കാര്യം, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം, മക്കളില്ലാത്തവർ, മക്കൾ സ്വാലിഹീങ്ങളാകണം, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാ വഖത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഒരു മനുഷ്യൻ 11 തവണ ലാ ഹൗല എന്ന ദിക്ർ ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നത് അവൻ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. 11 തവണ എന്തെങ്കിലും ഒരു തടസ്സം, നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നടക്കണില്ല, മക്കളില്ല, അതുപോലെ പാസ്പോർട്ട് കിട്ടണില്ല, വിസ റെഡി ആവണില്ല, ഇഖാമ റെഡി ആവണില്ല, അതാ മനസ്സറിഞ്ഞ് എല്ലാ വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ലാ ഹൗല പതിവായിട്ട് 11 തവണ ചൊല്ലി നോക്ക്. അള്ളാഹു അതൊക്കെ റെഡിയാക്കി തരും എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ തഴവ ഉസ്താദിൻ്റെ ബൈത്തുകൾ ഇങ്ങനെ വായിക്കാൻ നല്ല രസമാണ്. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനത് നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. അല്ലാ, ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കണം, അല്ലേ? അത് ഭയക്കണം, ദാരിദ്ര്യം പേടിക്കണം. അതായത് ഫക്കീറാവുക എന്ന് പറയുന്നത് പേടിക്കണം. റസൂലുള്ളാഹി ഒരിക്കലും ഫക്കീറായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കണത്. ഫക്കീറല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് പോലും പൈസ തികയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥയിൽ നിൽക്കുന്നവനാണ് ഫക്കീർ. മിസ്കീൻ അങ്ങനെയല്ല. മിസ്കിന് സ്വന്തം ആവശ്യത്തിന് പൈസ തികയും, അവൻ്റെ അന്നന്നത്തുള്ള കാര്യം നടന്നു പോകും, കൂട്ടി വെക്കാനൊന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ മിസ്കീനുണ്ടാവില്ല. അപ്പോൾ ഫക്കീറാവാൻ ഒരിക്കലും നമ്മൾ വരക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫക്കർ, ദാരിദ്ര്യം ചിലപ്പോൾ നമ്മളെ കുഫറിലേക്ക് വരെ എത്തിക്കും എന്നാണ്, കുഫറിലേക്ക് വരെ എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ടൊരു നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ, അതായത് നമുക്കെന്തുകൊണ്ടാണ് എപ്പോഴും ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന ദരിദ്രന്മാരായ ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ റമദാന് 5000 രൂപ കിട്ടി, പടച്ചോനെ അടുത്ത റമദാൻ ഒരു 10000 രൂപ കിട്ടണേ. എന്താ തുറക്കണേ? ഇത്തവണ 5000 കിട്ടി, അടുത്ത തവണ എന്ത് കിട്ടണം? 10000 കിട്ടണം. അപ്പോഴും ഇവൻ എന്താ ദ്വായിൻ്റെ ഉള്ളിൽ കിടക്കണം? എന്താ, ഇത്തവണ ഞാൻ ദരിദ്രനായി മറ്റുള്ളവരിൽ നിന്ന് 5000 മേടിച്ചു, അടുത്ത കൊല്ലം 10000 കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ ദരിദ്രനാവണമെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ അവൻ വരക്കണ്ട എന്താ, ഇത്തവണ 5000 ഞാൻ മേടിച്ചു, പടച്ചോനെ അടുത്ത തവണ 5000 സക്കാത്ത് കൊടുക്കാൻ പറ്റിയ രീതിയിലേക്ക് എന്നെ നീ മാറ്റണേ അല്ലാ എന്ന് ദ്വാരം നോക്കിയേ നമ്മുടെ ദാരിദ്ര്യം മാറുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതായത് ദ്വാരക്കേണ്ടത് എനിക്ക് പൈസ കിട്ടണേ എന്നല്ല, എനിക്ക് പൈസ കൊടുക്കാൻ, എനിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. സക്കാത്ത് കൊടുക്കാൻ ഇല്ലേ? പൈസ എന്തിനാ നമുക്ക് പുട്ടടിക്കാനായിട്ട് പടച്ചോൻ ഇങ്ങനെ തരിക? ഇല്ല, മറ്റുള്ളവൻ്റെ വിശപ്പകറ്റാനും കൂടെയാണ് പൈസ തരുന്നത് നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ ആ പൈസ കൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറണേ അല്ല എന്ന പ്രാർത്ഥന നമ്മളിട്ടോ. നമ്മുടെ സക്കാത്തിൻ്റെ പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു മുതലാളിയൊക്കെ നമ്മൾ അല്ലാഹു തആല മാറ്റിത്തരും. എപ്പോഴും ദാരിദ്ര്യത്തിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കണേ പടച്ചോനെ, അതിനേക്കാൾ നല്ലത് പടച്ചോനെ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ എന്നെ നീ മാറ്റി തീർക്കണേ അല്ലാ, അല്ലേ? അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ലാ ഹൗല മുറുകെ പിടിച്ചോ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമ്മാനമാണത്. സ്വർഗത്തിലെ മനോഹരമായ നിധിയാണത് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് മുതൽ എല്ലാ ദിവസവും പതിവാക്കൂല, ഏറ്റവും ചുരുങ്ങിയത് 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം 11 തവണ നമുക്ക് ചൊല്ലിക്കൂടെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പം തന്നെ ഒരു 11 തവണ ചൊല്ലിക്കുന്നതോടൊപ്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഒരു ബോധ്യത്തിൽ നിന്നിട്ട് ഇല്ലേ, ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹ് തന്നിട്ടല്ലാതെ ഇല്ല, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്,
لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മനോഹരമായൊരു സദസ്സായിരുന്നു അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബം 21-ാമതായിട്ട് 20 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 21-ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഇൽമ്, ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും, നമുക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്കും മറ്റെല്ലായിടങ്ങളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും ലാ ഹൗല എന്ന സ്വർഗത്തിലെ നിധി കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ വിത്ത് അവർക്ക് കൊടുത്തത് ആരാ? നമ്മളാ. അപ്പോൾ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നതിൻ്റെ വലിയൊരു പങ്ക് ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വലിയൊരു പങ്ക് സ്വർഗത്തിലേക്ക് മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദത്തുന ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര ദിവസമാണ് അവിടുന്ന് ഫീഡ് ചെയ്തത്, പാല് കൊടുത്തതെന്നാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. ആയിരക്കണക്കിന് ശരി ഉത്തരമുണ്ട് അല്ലേ? 7 ദിവസമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ഉമ്മയിൽ നിന്ന് പാൽ കുടിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉമ്മായുടെ മദദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ജസ ഫാറൂഖ് 7064. കൺഗ്രാജുലേഷൻ ജസ, ബാറക്കല്ലാഹു ഫീക്ക്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ജസ ഫാറൂഖാണ് ഇന്നത്തെ വിജയി. ബാക്കിയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട ദിവസങ്ങൾ കിടക്കല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അവസരം തരുന്നേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം മനോഹരമായൊരു ചോദ്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ വാഗ്ദാനം പാലിക്കുന്നവനെന്ന് പരിചയപ്പെടുത്തിയ നബി ആരാണ്? പ്രവാചകൻ ആരാണ്? വാഗ്ദത്തം പാലിക്കുന്ന ആളാണ്, വാഗ്ദാനം പാലിക്കുന്ന ആളാണ് ഈ പ്രവാചകനെന്ന് ഒരു പ്രവാചകനെ അല്ലാഹു റബ്ബുൽ ആലമീൻ എടുത്തു പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ ആരാണ് എന്ന് കമൻറ്റ് ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രവാചകന്മാരുടെ മദദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകൾ, ഒരുപാട് ഹദിയകൾ, അതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്ത് എല്ലാവർക്കും സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് കബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, നിൻ്റെ മനോഹരമായ ഒരു ദിക്ർ ഞങ്ങൾ ഇന്ന് പഠിച്ചുവല്ല. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുന്നതിലൂടെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മരുന്നാക്കി നീ അതിനെ മാറ്റി തീർക്കണേയല്ല. ഒരുപാട് രോഗികളുണ്ട്. ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേയല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണേയല്ല, സമാധാനം നൽകണേയല്ല, പ്രയാസങ്ങൾ നീക്കണേയല്ല. ഒരുപാട് എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് നീറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ലാ ഹൗല കൊണ്ട് വിജയം നൽകണേയല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണയല്ല. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും കരുണക്കടലായ തമ്പുരാനെ ലാ ഹൗല എന്ന ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പൊറുക്കണയല്ല. റഹമുർറാഹിമായ കരുണാവാരിധിയായ തമ്പുരാനെ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല. റമളാൻ പ്രതികൂലമാകുന്നവരിൽ നീ പെടുത്തല്ലേ അല്ല. ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണയല്ല. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. റഹമുർറാഹിമായ റബ്ബേ, മരിക്കുന്നതിന് മുൻപ് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ പലയാവർത്തി ഭാഗ്യം നൽകണയല്ല. യാ റബ്ബന, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല. തടസ്സങ്ങളൊക്കെ നീ നീക്കണയല്ല. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു നൽകണേ തമ്പുരാനെ. റഹമുർറാഹിമായ കരുണാവാരിധിയായ കരുണക്കടലായ
തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഖബർ വിശാലമാക്കണയല്ല, ഖബറിൽ സന്തോഷം നൽകണയല്ല, പടച്ചവനെ പ്രകാശപൂരിതമാക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങൾ ചോദിച്ചതെല്ലാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല. ഞങ്ങൾ ചോദിക്കാത്ത ഹൈർ എന്തെല്ലാമെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഞങ്ങൾ ചോദിച്ചില്ലെങ്കിലും എല്ലാം അറിഞ്ഞു നൽകുന്ന നാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ കൽബിലുള്ളത്, ഞങ്ങളുടെ കൽബിലില്ലാത്തത്, ഞങ്ങൾക്ക് എന്തെല്ലാം വേണമെന്നറിയുന്ന തമ്പുരാനെ, എല്ലാം ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.